പല സാഹചര്യങ്ങളാൽ കുറ്റവാളികളായി പോയി. അതിനെ എതിർക്കുന്നത് തികച്ചും തെറ്റായിട്ടുള്ള നിലപാടാണ്. ജയിലിൽ കൂടുതലാരപ്പ സഖാക്കളാണേ ചിറ്റപ്പ. തടവുകാർക്ക് ദിവസം 620 രൂപ കൂലി നൽകുന്നത് ന്യായീകരിക്കാവുന്നതാണോ? ഇവിടെ ഈ ജയിലിൽ കിടക്കുന്നവന് ഒരു ചില്ലറ പൈസ വർദ്ധിപ്പിച്ചു കൊടുത്തപ്പോ അത് പാപങ്ങളല്ലേ? അതിദാരിദ്ര്യമുക്തമായ ജയിലുകൾ, അതായിരുന്നു ചിറ്റപ്പൻ കണ്ട സ്വപ്നം. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. ആശമാരുടെ മിനിമം വേതനത്തെക്കാൾ അല്ലെങ്കിൽ നിങ്ങൾക്കാകെ കിട്ടുന്ന തുകയെ ഒരു ദിവസത്തെ വേതനമാക്കി കണ്ടാൽ നിങ്ങൾക്ക് 400 രൂപ പരമാവധി കിട്ടും. പക്ഷേ തടവുകാർക്ക് 620 രൂപ കിട്ടും. തൊഴിലുറപ്പ് തൊഴിലാളിക്ക് 369 രൂപ കിട്ടും. തടവുകാർക്ക് ഇനി 620 രൂപ കിട്ടും. കശുവണ്ടി തൊഴിലാളിക്ക് 538 രൂപ കിട്ടും. തടവുകാർക്ക് 620 രൂപ കിട്ടും. കയർ തൊഴിലാളിക്ക് 468 രൂപ കിട്ടും. തടവുകാർക്ക് 620 കിട്ടും. സ്വകാര്യ സുരക്ഷാ ജീവനക്കാർക്ക് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത് ദിവസം 596 മിനിമം വേതനം. തടവുകാർക്ക് 620. പെട്രോൾ പമ്പ് ജീവനക്കാർക്ക് 458, തടവുകാർക്ക് 620. ഇങ്ങനെ പലതുമുണ്ട്. ഇവിടെ എന്താ ചോദിക്കാൻ പറയാനോ ആളില്ലേ? അത് പാപങ്ങളല്ലേ? പല സാഹചര്യങ്ങളാൽ കുറ്റവാളികളായി പോയി. ആ കുറ്റവാളികളെ ശിക്ഷിച്ച് ജയിലിൽ കിടക്കുന്നു. അവർക്ക് വേതനം വർദ്ധിപ്പിച്ചു കൊടുത്തതിന് എന്തിനാ എതിർത്തില്ല? ആശാ വർക്കർമാർ 266 ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഏതാണ്ട് 50 മീറ്റർ മുന്നിൽ വെയിലും മഴയുമേറ്റ് സമരം ചെയ്യുമ്പോൾ ഞങ്ങൾ ആ സമരത്തിന്റെ ഒരു ഇടയിൽ നടത്തിയ ചർച്ചയിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടു, ഒരു 100 രൂപയെങ്കിലും പ്രതിദിനം വർദ്ധിപ്പിക്കണം. സംസ്ഥാന സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്ന പ്രതിദിന ഓണറേറിയം അത് 233 രൂപയാണ്. ഒരു 100 രൂപയെങ്കിലും വർദ്ധിപ്പിച്ച് അതിനെ 333 രൂപയാക്കണമെന്നും ഈ സ്ത്രീ തൊഴിലാളികളെ ഈ സമരമുഖത്ത് നിന്ന് തൽക്കാലത്തേക്ക് അവരെ പിൻവാങ്ങാൻ അനുവദിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. ഇവിടെ അത് കൊട്ടിഘോഷിക്കേണ്ട ആവശ്യമില്ല. ഉള്ള കാര്യം തുറന്ന് പറയുന്ന ആരെയും പേടിക്കണ്ട. 1 രൂപ പോലും വർദ്ധിപ്പിക്കില്ലെന്നും സമരത്തിന്റെ വഴിക്ക് പോട്ടെ എന്നുമാണ് അന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്, മുതലാളി ഒരു ചെറ്റാണ്. അക്ഷരാർത്ഥത്തിൽ ഞങ്ങൾ ഞെട്ടിപ്പോയി. ഈ ഗവൺമെന്റിന്റെ മുന്നിൽ ഖജനാവ് കാലിയാണെന്നും പണമില്ലെന്നും പറയുന്നത് എത്ര തവണയാണ് അതിന്റെ പൊള്ളത്തരം ജനങ്ങളുടെ മുന്നിൽ ഈ സർക്കാർ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ സർക്കാരിനെ ആരാണ് ഉപദേശിക്കുന്നത് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് വളരെ വലിയ സംശയമുണ്ട്. ആരാണ് ഉപദേശിക്കുന്നത്? അദ്ദേഹത്തിന് എവിടെ നിന്നാണ് ഇത്തരം ഉപദേശങ്ങൾ കിട്ടുന്നത്? നമുക്ക് മനസ്സിലായി. ആശാവർക്കർമാരുടെ വേതനം വർദ്ധിപ്പിക്കുവാൻ ഉടനെ പഠന സമിതി വെച്ചു. 3 മാസം കൊണ്ട് പഠിച്ചു. 1 രൂപയുടെ വർധനവ് പോലും അതിനകത്ത് ആ ശുപാർശയിലില്ല എന്നുള്ളതാണ് ആ സമിതിയുടെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ കണ്ടത്. ഇവിടെ എത്ര വേഗതയിലാണ് ഈ ഒരു നിസ്സാരമായിരുന്ന തുകയെ 60 രൂപയായിരുന്നതിനും 130 രൂപയായിരുന്നതിനും ഒക്കെ 520ലേക്കും 620ലേക്കൊക്കെ വർദ്ധിപ്പിക്കുവാൻ, അതും ശുപാർശയ്ക്കും അപ്പുറത്തേക്ക് ആഭ്യന്തര വകുപ്പ് പ്രത്യേക തീരുമാനമെടുത്ത് വർദ്ധിപ്പിച്ചിരിക്കുന്നതാണ് മാധ്യമങ്ങളിൽ വന്നിരിക്കുന്ന വാർത്ത. എനിക്ക് ജയിലുമായി നേരിട്ട് ഞാനും ബന്ധപ്പെട്ടിരുന്ന ഒരാളാണ്. എനിക്കും അറിയാം അവിടെ പണിയെടുക്കുന്ന ആളുകളുടെ സമയം, അവരെന്ത് പണിയാണ് എടുക്കുന്നത്. നമ്മൾ പുറത്ത് കാണുന്ന പോലുള്ള വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ, വലിയ സ്കിൽഡ് ജോബുകളൊന്നും അല്ല അവിടെ നടക്കുന്നത്. ഇവിടെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഇത്രയും വലിയൊരു വർധന കൊടുക്കുമ്പോൾ അത് പല ആളുകളും സൂചിപ്പിച്ചതുപോലെ തങ്ങളുടെ ഇഷ്ടക്കാരായിട്ടുള്ള ആളുകൾ ജയിലിലേക്ക് വരുമ്പോൾ വലിയൊരു ബാങ്ക് ബാലൻസുമായിട്ട് അവർക്ക് തിരിച്ചിറങ്ങാൻ പറ്റുന്ന, അവർക്ക് സ്ഥിരമായി തൊഴിൽ കൊടുത്തു എന്ന് രേഖകൾ ഉണ്ടാക്കാൻ പറ്റുന്ന, എല്ലാം അവരുടെ കയ്യിലായിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരു മാറ്റവും ഇല്ലല്ലോ. അതിന്റെ ഒരു ലൈൻ ഏതാ? മറ്റെല്ലാ മേഖലയിലും കിട്ടുന്ന വേതനത്തിൽ നിന്നാണ് ഭക്ഷണം, അവൻ്റെ കുടുംബത്തിൻ്റെ ജീവിതം, അവൻ്റെ യാത്ര, ഈ ജോലി ചെയ്യാൻ വേണ്ടുന്ന യാത്രാക്കൂലി അടക്കം കണ്ടെത്തേണ്ടുന്നത് കിട്ടുന്ന വേതനത്തിൽ നിന്നാണ്. പക്ഷേ ജയിലിൽ നമുക്കറിയാം ഭക്ഷണവും അവൻ്റെ ആരോഗ്യ സുരക്ഷാ കാര്യങ്ങളും തുടങ്ങി സകല കാര്യങ്ങളും സർക്കാർ ചിലവിൽ നടന്നതിന് ശേഷം മിച്ചം കൊടുക്കുന്ന തുകയാണിത്. ഞാൻ പറഞ്ഞത് പോത്തിന്റെ ചവിട്ടിൽ വീണ വായിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ എത്ര വലിയൊരു അന്തരമാണ് ഇതിനകത്തുണ്ടായിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു സർക്കാരിനെ അതിന് പ്രേരിപ്പിച്ച ഘടകം എന്താണെന്ന് സർക്കാർ വ്യക്തമാക്കേണ്ടതുണ്ട്. ഇത് ഒരിക്കലും ന്യായീകരിക്കാവുന്ന ഒരു കാര്യമല്ല. പ്രത്യേകിച്ച് കേരളത്തിന്റെ അവസ്ഥ, ഒരു ട്രഷറിയൊക്കെ വറ്റി വരണ്ടിരിക്കുകയാണ്, ഖജനാവിലൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഈ ആശമാരെ ഈ റോഡിലും മഴയത്തും വെയിലത്തും കിടത്തി അവർക്ക് ഒരു 100 രൂപ കൂട്ടിക്കൊടുക്കാൻ ഇവർ തയ്യാറായില്ല. എന്നിട്ടാണ് ഇപ്പൊ ഈ പണി ചെയ്യുന്നത്. അതിനെ എതിർക്കുന്നത് തികച്ചും തെറ്റായിട്ടുള്ള നിലപാടാണ്. 152 രൂപ ഉണ്ടായിരുന്ന സ്കിൽഡ് വർക്കർ എന്നുള്ള കാറ്റഗറിയിൽ പെടുന്ന ജയിൽ പുള്ളികൾക്ക് 620 രൂപ,
സെമി സ്കിൽഡ് അവർക്ക് 127 രൂപയായിരുന്നു വേതനം, അത് 560 രൂപ. അൺസ്കിൽഡ് ആയിട്ടുള്ള ആളുകൾക്ക് 63 രൂപയായിരുന്നു ശമ്പളം, അത് നേരെ വേജസ്, അത് നേരെ 530 രൂപ. ഇത് നമുക്ക് മനസ്സിലാവാവുന്ന ഒരു കണക്ക് പോലും അല്ല. ഒരു കാശിന് കൊള്ളില്ല, 9 കാശിന് ഉപദ്രവവും. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ജയിൽ മേധാവിയുടെ ശുപാർശ എന്ന് പറയുന്നത് 350 രൂപയായിട്ട് വർദ്ധിപ്പിക്കണമെന്നുള്ളതായിരുന്നു. അത് ഈ 620 സ്ഥാനത്ത് സ്കിൽഡ് വർക്കേഴ്സിന്. അപ്പോൾ ഈ 350 രൂപ എന്നുള്ളതൊന്നും പോരാ, അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വെട്ടിത്തിരുത്തി നേരെ 620 കയറ്റിയേക്കാണ്. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. എന്താണ് ഇതിന്റെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല കാരണങ്ങൾ നമുക്ക് പറയാനുണ്ട്. കാരണം ഇഷ്ടമുള്ള ആളുകളാണ് ജയിലിൽ കൂടുതൽ കിടക്കുന്നത്. അപ്പൊ അവരെ വീട്ടിൽ ചെലവിന് കൊടുക്കണം. ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, പാർട്ടിക്കൊക്കെ ഉണ്ട്. അപ്പൊ അതിൽ നിന്നൊന്ന് മാറ്റി പൊതുജനങ്ങളുടെ ഖജനാവി ഈ നികുതി പണത്തിൽ നിന്ന് പണം എടുത്ത് കൊടുത്താൽ കുഴപ്പമില്ലല്ലോ. ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഏർപ്പാടാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവർക്ക് മാത്രമേ മനുഷ്യാവകാശങ്ങളുള്ളൂ? ഇവിടെ ന്യായമായ വേതനം നമ്മൾ പറയുമ്പോൾ നേരത്തെ മിനി ചൂണ്ടിക്കാണിച്ചതുപോലെ ഇവർക്ക് ആഹാരം, പാർപ്പിടം, വസ്ത്രം, ഇതൊന്നും പണം വേണ്ട, ഉണ്ടാക്കണ്ട. സുഭിക്ഷമായ ആഹാരം കൊടുക്കുന്നുണ്ട്. മട്ടൺ കൂട്ടി ആഹാരം കഴിക്കുന്ന എത്ര സാധാരണക്കാരുണ്ട് ഈ നാട്ടില്? എന്ത് പണിയായി കാണിച്ചത്? അല്ല, അത് പിന്നെ അത് കൂടാതെ അവർക്ക് കറണ്ടിന് കാശ് കൊടുക്കണ്ട, വെള്ളത്തിന് പണം കൊടുക്കണ്ട, ഗ്യാസിന് പണം കൊടുക്കണ്ട, ഒന്നും വേണ്ട, ഒരു പ്രശ്നവും ഇല്ല. അനങ്ങാതെ അവിടെ കിടന്നിട്ട് ആഹാരം കഴിച്ചുകൊണ്ട് കിടന്നാൽ മതി. അധികം തിന്നാലേ എല്ലിന്റെ ഇടയിൽ കയറും. തന്നെ നെകളിപ്പ് കൂടുതല. പിന്നെ ഇവരുടെ ജോലി എന്ന് പറയുന്നത് അത് അറിയാൻ വയ്യാത്തോണ്ടാണ് ആളുകൾ പറയുന്നത് വലിയ അങ്ങനെ കഠിനമായ ജോലിയൊന്നുമില്ല. ഈ പറയുന്ന ഒന്നുമല്ല, ഈ പറയുന്ന എല്ലാം വെറുതെയാണ്. ഞാനിത് ഒരുപാട് കണ്ടിട്ടുള്ളത് കൊണ്ട് ഞാൻ പറയുകയാണ്, അങ്ങനെ കഠിനമായ ജോലിയൊന്നുമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമാണല്ലോ തമിഴ്നാട്. ആ തമിഴ്നാട്ടിലുള്ള വേതനം എത്രയെന്നറിയോ? 200 രൂപയാണ് സ്കിൽഡ്. സെമി സ്കിൽഡിന് 180, അതുപോലെ തന്നെ അൺസ്കിൽഡിന് 160. ഡൽഹിയിൽ 361, 328, 297, ഇതാ റേറ്റ്. ആകെ ചളമായി. ഇനിയിപ്പോ എന്തോ ചെയ്യും? ചക്ക കുഴയുന്ന പോലെ കുഴഞ്ഞു. പക്ഷേ കേരളത്തിൽ വരുമ്പോ ഇവിടെ ഒരുപാട് കൊടുക്കണം. അതിന് കാരണമുണ്ട്. ഞാൻ പറഞ്ഞ അതിൽ റീസൺ ഉണ്ട് ഇവരുടെ കയ്യിൽ കൊടുക്കാനുള്ളതിന്റെ കാരണം. ഏറ്റവും കൂടുതൽ ജയിലിൽ കിടക്കുന്ന ആരാന്നൊന്ന് അന്വേഷിച്ചാൽ മതി. ഇപ്പോ അതായത് ഈ കണക്ക് നോക്കിയാൽ ഒരു 18,600 രൂപ ഒരു മാസം ഒരാൾക്ക് ശമ്പളം വരും. ഒരു 10 വർഷം ഒരു ബലാത്സംഗ കുറ്റം ചെയ്തിട്ട് 10 വർഷം ജയിലിൽ കിടക്കുന്നതിന് ഇറങ്ങി വരുമ്പോൾ ഉണ്ടല്ലോ, കൂളായിട്ട് 18,60,000 രൂപ കൊണ്ട് ഇറങ്ങി വരാം. ഇനി 14 വർഷം ഇതിനകത്ത് അടിച്ചു പിടിച്ച് കഴിഞ്ഞൂടെ? ശരിയാണ്, അവരുടെ കുടുംബം പുലർത്തണം, അവർക്ക് എല്ലാം ഉണ്ടാവണം. പക്ഷെ അതിനൊക്കെ ഒരു മര്യാദയുണ്ട്. അവർ വലിയ ക്രിമിനലുകൾ തന്നെ, വലിയ കൊലക്കുറ്റം ചെയ്തവർ തന്നെ. പക്ഷേ ലൈഫ് ജീവപര്യന്തം ആ ജയിലിനകത്തല്ലേ. അവരങ്ങനെ പണിയെടുത്ത് കിട്ടുന്ന കൂലി കുറച്ച് അവിടെ വെക്കും, കുറച്ച് അവരുടെ ആവശ്യം നിർവഹിക്കും. പിന്നെ ജയിലിൽ വിട്ട് ഒരു 10-15 കൊല്ലം കഴിഞ്ഞ് ജയിലിൽ നിന്ന് വരുമ്പോൾ ആ പൈസയും കൊണ്ട് നാട്ടിലേക്ക് പോകാം. ഇങ്ങനെയുള്ളൊരു ആനുകൂല്യത്തെ എന്തിനാ എതിർക്കുന്നത്? പകുതി തുക കുടുംബത്തിന് മാസാമാസം ജയിലിൽ നിന്ന് അയച്ചു കൊടുക്കുമെന്നാണ് പറയുന്നത്. എന്നാ നേരിട്ട് തന്നെ പറയാം, താൻ കേട്ടത് നേരാ. അത് കൊടുക്കണം. എന്താ കാര്യം അറിയാം? ഇപ്പോ ഇത് അന്ന് അന്വേഷിച്ച് നോക്കിക്കോളൂ. അതായത് ഈ പാർട്ടി കൊലയാളികളായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരെല്ലാം ജയിലിൽ കിടക്കുമ്പോൾ അവരുടെ വീട്ടില് ശമ്പളം കൊണ്ട് കൊടുക്കുന്ന ആരാണെന്നറിയോ? ഇപ്പോ പാർട്ടിയാണ്. അത് പാർട്ടിക്ക് ഇനി കൊടുക്കാൻ ചിലപ്പോൾ പറ്റുകയില്ല. അതുകൊണ്ട് അത് ബാക്കിയുള്ള പൊതുജനങ്ങളുടെ മണ്ടയിലോട്ട് അടിച്ചേൽപ്പിക്കുക. പകുതി പണം കൊടുത്താൽ മതി, കാര്യം ശരിയാവും. അതാണ് കാര്യം. നിന്റെ ഈ തൊട്ടിത്തരം കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഇപ്പോ ഒരു 10,000 രൂപ വെച്ചൊക്കെ ശമ്പളം കൊടുക്കുന്നുണ്ട് ഓരോരുത്തർക്കും. വീട്ടിൽ കിടക്കുന്നവർക്ക്, ജയിലിൽ കിടക്കുന്നവർക്ക് അവരെ വീട്ടിൽ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അതിന് പകരം അവർക്ക് ഇപ്പോൾ 18,600 രൂപ ആണെന്നുണ്ടെങ്കിൽ ഒരു 9,300 രൂപ കൊണ്ടുവന്ന് സുഖമായിട്ട് കൊടുക്കാമല്ലോ, ഒരു കുഴപ്പമില്ല, പണം കൊടുക്കാം. ഇതിനു വേണ്ടിയാണോ നമ്മൾ പൊതുജനങ്ങൾ പൈസ കൊടുക്കേണ്ടത്? ഈ നിലയ്ക്ക് പോയാ ഞാൻ കൈവയ്ക്കും. വല്ലവനെയും തല്ലിക്കൊന്നോ കുത്തിക്കൊന്നോ വെട്ടിക്കൊന്നതിന് ശേഷം പോയി ജയിലിൽ കിടക്കുന്നവന്മാർക്ക് ഈ സൗകര്യം, അവർക്കാണ് മനുഷ്യാവകാശങ്ങളെല്ലാം ഉള്ളത്. ബാക്കി ഈ കൊല്ലപ്പെടുന്നവനോ അല്ലെ സാധാരണക്കാർക്കോ ഈ തെരുവിൽ കിടന്ന് ഇത്രയും നാള് കഷ്ടപ്പെട്ട് മൊട്ടയടിച്ച് സമരം ചെയ്ത ആശമാർക്കോ അവർക്ക് അവകാശങ്ങളൊന്നുമില്ല. തൊഴിലുറപ്പ് മേഖലയിലാണെങ്കിൽ നിങ്ങളത് കേന്ദ്ര ഗവൺമെന്റിനോടല്ലേ പറയേണ്ടത്? ആ മിനിമം വേതനം കൊടുക്കേണ്ടത് കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയാണ്, കേന്ദ്ര ഗവൺമെന്റ് ആണ്. ഇനി ഈ കാര്യങ്ങൾ സംസാരിച്ചാണ്ടല്ലോ ഞാൻ ചെലവെടുത്ത് നിന്റെ തലയടിക്കും. ആശ കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. ഇപ്പോൾ 620 രൂപ കൊടുക്കുന്നത് സംസ്ഥാന ആവിഷ്കൃത പദ്ധതിയാണ്. അതിദാരിദ്ര്യമുക്ത ജയിലുകൾ, അതായിരിക്കട്ടെ മുദ്രാവാക്യം.